തലസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ ശക്തമായി മുന്നോട്ടു പോകുന്നതിനിടയിൽ വധശ്രമ കേസിലെ പ്രതിയെ പിടികൂടാൻ വട്ടിയൂർക്കാവിൽ ആകാശത്തേക്ക് വെടിവെച്ച് നിയമം നടപ്പിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് അഭിനന്ദിച്ചു നൽകുന്നത് സർക്കാർ ഒപ്പമുണ്ടെന്ന സന്ദേശമാണ്. വധശ്രമക്കേസിൽ ഒളിവിലായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലറെ സാഹസികമായി വീട്ടിൽ കയറി പിടികൂടിയ പോലീസ് സംഘത്തിന് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നും മികച്ച പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. അക്രമികളെയും ഗുണ്ടകളെയും അടിച്ചമർത്താൻ പോലീസിന് എല്ലാവിധ ആയുധങ്ങളും തോക്കും ഉപയോഗിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇനി മുതൽ ഉണ്ടായിരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഒരു മാസത്തിലേറെയായി പോലീസിനെ വെട്ടിച്ച് ഒളിവിലായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതനെ ചൊവ്വാഴ്ച രാത്രി 10ഓടെയാണ് വൻ നാടകീയ രംഗങ്ങൾക്കൊടുവിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സുഗതൻ രഹസ്യമായി തന്നെ വാഴോട്ടുകോണത്തെ സ്വന്തം വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വട്ടിയൂർക്കാവ് SHO വിപിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം സ്ഥലത്തെത്തിയത്. എന്നാൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ബി.ജെ.പി. പ്രവർത്തകർ കൂട്ടത്തോടെ എത്തി പോലീസിനെ 4 ഭാഗത്തു നിന്നും വളയുകയും പ്രതിയെ മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിരോധം ഉണ്ടായതോടെ സാഹചര്യം കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ വട്ടിയൂർക്കാവ് SHO വിപിൻ തന്റെ സർവീസ് റിവോൾവർ ഉപയോഗിച്ച് ആകാശത്തേക്ക് വെടിയുതിർക്കുകയായിരുന്നു. ജനവാസ മേഖലയിൽ പെട്ടെന്നുണ്ടായ വെടിവെപ്പിൽ പരിഭ്രാന്തരായ ബി.ജെ.പി. പ്രവർത്തകർ നാലുപാടും ചിതറിയോടിയതോടെയാണ് പോലീസിന് സുഗതനെ സാഹസികമായി കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത്. തുടർന്ന് വൻ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടെ വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇതെല്ലാം സുഗതന്റെ കുടുംബം നിഷേധിച്ചു. പോലീസിനെതിരെ ഭാര്യ ആരോപണമുയർത്തി. പോലീസ് നടപടിക്കെതിരെ മേയർ വി രാജേഷ് രംഗത്ത് വന്നു. ഇതിന് പിന്നാലെയാണ് ചെന്നിത്തല പോലീസിനെ പിന്തുണച്ചെത്തിയത്. കഴിഞ്ഞ മാർച്ച് 22-ാം തീയതി കടയിൽ മുടമ്പ് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷയാത്രയ്ക്കിടെ വെള്ളക്കടവിൽ വെച്ച് പുളിയറക്കോണം കുളുമല സ്വദേശിയായ പ്രശാന്ത് എന്ന യുവാവിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതിയാണ് നിലവിൽ പിടിയിലായ കൗൺസിലർ സുഗതൻ. പ്രശാന്ത് CPM പ്രവർത്തകനാണ്. ഉത്സവം അലങ്കോലപ്പെടുത്താൻ പ്രശാന്ത് ശ്രമിച്ചു. ഇതിനിടെ സുഗതൻ എത്തുകയായിരുന്നു. ഈ കേസിൽ പ്രതിയായതിനെ തുടർന്ന് സുഗതൻ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും അത് തള്ളിയതോടെയാണ് ഒളിവിൽ പോയത്. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ബലത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞത് ആഭ്യന്തര വകുപ്പിന്റെ കർശനമായ നിലപാടുകൾ കാരണമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാനത്ത് അക്രമങ്ങളും ഗുണ്ടാവിളയാട്ടങ്ങളും നടത്തുന്ന എല്ലാത്തരം സാമൂഹിക വിരുദ്ധർക്കും എതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകുന്ന പോലീസ് സേനയ്ക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുണ്ടാ സംഘങ്ങളെയും ലഹരി മാഫിയകളെയും വിട്ടുവീഴ്ചയില്ലാതെ അടിച്ചമർത്താൻ പോലീസിന് ആഭ്യന്തര വകുപ്പ് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. നിയമം കയ്യിലെടുക്കാനും സംസ്ഥാനത്തെ സമാധാനാന്തരീക്ഷം തകർക്കാനും ശ്രമിക്കുന്ന ശക്തികൾ ഏത് പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായാലും അവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ 10 കൊല്ലത്തെ ഗുണ്ടാവിളയാട്ടങ്ങളുടെ കാലം കഴിഞ്ഞെന്നും ഇനി ക്രമസമാധാന ലംഘനം നടത്തുന്നവർ ആഭ്യന്തരമന്ത്രിയെ ഭയപ്പെടേണ്ടി വരുമെന്നാണ് ഈ കടുത്ത നടപടികളിലൂടെ വ്യക്തമാകുന്നത്.